ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ടൈമൊക്കെ കുറവുള്ള കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഇതേപോലെയുള്ള ടിപ്സുകളൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക. പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിന് ആവശ്യമായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ ഒന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ലതുപോലെ തന്നെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുട്ടിൻ്റെ പൊടിയാണുള്ളതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഇതേപോലെ തന്നെ പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നല്ലതുപോലെ വെള്ളം വെട്ടി തിളച്ചിട്ട് മാത്രം നമ്മൾ മാവ് ഇതേപോലെ ഇട്ട് കൊടുക്കണം. അതും പുട്ടിന് നമ്മൾ എത്ര വെള്ളമാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ വെള്ളം അത്രമാത്രം വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം മാവ് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുത്ത് സോഫ്റ്റായിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിനാവശ്യമായിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു പുട്ടുപൊടി റെഡിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ മാവൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇത് കൈകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുക, നനയ്ക്കേണ്ടതെന്ന് ഒരാവശ്യം വരുന്നില്ല കേട്ടോ. ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരു ഒറ്റ സെക്കൻഡ് മാത്രം മതി കേട്ടോ. ഇതാ നമ്മുടെ പുട്ടിപ്പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മാവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ പൊടിച്ചെടുക്കാനായിട്ട് നിൽക്കരുത്. എന്നെങ്കിൽ അങ്ങനെ റെഡിയായി കിട്ടത്തില്ല. കുഴഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ആ ഒരു മാവ് കിട്ടത്തുള്ളൂ. ഇതാ കണ്ടോ, പുട്ടുപൊടി കട്ടയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കൈ കൊണ്ടൊന്ന് ഇളക്കി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ പുട്ടുപൊടി എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പിലേക്ക് വെച്ച് നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്കൊരു തട്ടിറക്കി വെച്ചതിന് ശേഷം ഞാൻ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പുട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ പുട്ടുകുറ്റിയോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒറ്റ ട്രിപ്പിൽ പുട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. 3 ലെയറായിട്ടാണ് ഞാൻ ഈ ഒരു പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ മാവൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേട്ടായിട്ട് കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തേങ്ങയൊക്കെ കയ്യിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം തേങ്ങ എടുക്കുക. പുട്ടാകുമ്പോഴത്തേക്കും കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അതിനൊരു ടേസ്റ്റായിട്ട് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ അത്യാവശ്യം അളവ് കൂട്ടിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെ പയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാനും നല്ലതാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സൗണ്ടൊക്കെ നല്ല അടച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ എന്നോട് ക്ഷമിക്കണം എല്ലാവരും. എനിക്ക് നല്ല ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിപൊളി വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുട്ടിന് വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി പാത്രമൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ.
ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. ഇതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നമ്മുടെ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.